30,000 മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാല് ഏതോ കലണ്ടറിൽ സ്ഥാപനത്തിന് 4 ഫോട്ടോ കണ്ട് ഞാനവിടെ ചെന്നൊക്കെ ഒറ്റ ബിൽഡിങ്ങേ ഉള്ളൂ. പിന്നെ 4 ഭാഗത്തും 4 ബോർഡ് വെച്ചിട്ട് ഫോട്ടോ എടുത്തതാ. അങ്ങനെ 440 ആക്കിയതല്ല. ഇസ്രാ മിഹ്റാജിന്റെ രാവിലെ 1,24,000 പരം അമ്പിയാക്കൾ ഹയാത്താക്കിയ ഒരൊറ്റ മൊയ്ജിത്താറ്റാ കൂട്ടുന്നത്. ഇസ്രാ മിഹ്റാജിന്റെ രാവിലെ 1,24,000 പരം അമ്പിയാക്കളെ ഹയാത്താക്കിയത് അത് ആർക്കും അവിതർക്കിതമല്ലേ? 1,47,000 24,000 മൊയ്ജിത്താക്കിക്കൂടെ? ഇല്ല. അങ്ങനെയുള്ള അസ്തമിച്ച സൂര്യനെ തിരിച്ചു വിളിച്ചത്, ചന്ദ്രൻ പിളർത്തിയത്, ഇതെങ്ങനെയുള്ളത് 30,000 മുഅ്ജിസത്ത്. ഇതെല്ലാം വളരെ ചെറുതാണ്. ഇതിനേക്കാളൊക്കെ വലുതാണ് അഖ്ലിയായ മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ചെറുതാന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. ഏതർത്ഥത്തിലാ പറയുന്നത്? പൂർവികര അമ്പിയാക്കൾക്കൊക്കെ ഹിസ്യ മുഅ്ജിസത്തെ നൽകിയിട്ടുള്ളൂ. എന്ന അഷ്റഫുൽ ഖൽഖ് സംഗീതരേക്കാൾ ഡബിൾ അല്ലെങ്കിൽ ട്രിബിൾ. അതെങ്ങനെയാണ്? അതാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു ദാമത്തിൽ ലദൈന വഫാഖത്ത് കുല്ല മുഅ്ജിസതി ജാതി മിനൻ നബിയിന വലം തദുമി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ 4 പക്ഷിയറുത്ത് കൂട്ടി തിരിച്ചു വിളിച്ച സംഭവം ഞാൻ നിങ്ങൾ കണ്ടിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1,24,000 പരം അമ്പിയാക്കളെ ഹയാത്താക്കി ഞാൻ നിങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റാവുന്ന, ഇന്നും സമർത്ഥിക്കാൻ പറ്റാവുന്ന ലൈവാണ് ദാമത്തുൽ ലദൈന. അല്ലാഹുവിന്റെ റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്ത് ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ലൈവാണ്. വഫാഖത്ത് കുല്ല മുഅ്ജിസത്തി ബുർദ വെറുതല്ല, എല്ലാ മുഅ്ജിസത്തുകളെക്കാളും എത്രയോ മേലെയാണ്. ജാതി മിനൻ നബിയിന വലം തദുമി. കാരണം മറ്റ് മുഅ്ജിസത്തുകളൊന്നും ലൈവായിട്ടില്ല. അതെല്ലാം കഴിഞ്ഞ് അതെല്ലാം ഹിസ്സിയാണ്. അതെല്ലാം അക്കാലത്തുള്ളവരെ കണ്ടിട്ടുള്ളൂ. കാരണം ആ കാലത്തേക്ക് ആ പ്രവാചകനെ നിയോഗിച്ചിട്ടുള്ളൂ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല. ലോകാവസാനം വരെയുള്ള ഇന്ന് 196 രാജ്യങ്ങളിലേക്കും അല്ലാഹു നിശ്ചയിച്ചതാണ്, അല്ലാഹു നിയോഗിച്ചതാണ്. ഈ ലോകത്തുള്ള ഓരോ ജനങ്ങൾക്കും കാണാൻ 10,000 ലക്ഷക്കണക്കിന് മുഅ്ജിസത്തുകൾ അല്ലാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. 63 മുഅ്ജിസത്ത് മാത്രമാണ് ഫത്തുർ റഹ്മാൻ ഫീ ബയാൻ ഇഅ്ജാസ് അഹ്ലിൽ ഖുർആൻ എന്ന വിനീതൻ എഴുതിയ ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചത്. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്ത്